വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കറിയാം കുറച്ച് നാളായി നമ്മൾ വീണ്ടും കണ്ടിട്ടില്ലേ. മദേഴ്സ് ഡേ കഴിഞ്ഞെങ്കിലും എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ യുദ്ധം വരുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയിലായിരിക്കും ഇല്ലേ. അപ്പം നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് സിർസ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മിസൈൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആർമി അതൊക്കെ എന്താ പറയുക, കുഴപ്പമൊന്നും ഇല്ലാണ്ടാക്കി റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അത് ശരിക്കും ഡൽഹിയെ ലക്ഷ്യമാക്കി വിട്ടതാണെന്നാണ് പറയുന്നത്. നമ്മളും ഡൽഹിയും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ലോങ് വീഡിയോസ് എടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാലേ, ശരിക്കും ഞാനും ഹർഷയും കൂടെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കുന്ന ഒരു ഡാൻസ് റീൽസിൻ്റെ ഒരു തിരക്കിലായിപ്പോൾ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്രേസ് വന്നാൽ എനിക്ക് പിന്നെ ആ ഒരു ക്രേസ് ആയിരിക്കും. കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനത് കുഞ്ഞു കുഞ്ഞ് റീൽസാക്കി നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആദ്യം നമ്മുടെ സഫേദ മാംഗോ ആയത് നമ്മുടെ നാട്ടിൽ ബംഗാനപ്പള്ളി എന്ന് പറയും, ആ മാംഗോ വെച്ചിട്ട് ഒരു ലസ്സിയിൽ തുടങ്ങാം. അപ്പോൾ വലിയ മാങ്ങയാണ് കേട്ടോ, നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടിയും വലുതാണ്. വലിയ കളറൊന്നും ഇല്ലെങ്കിലും നല്ല മധുരം ഇപ്പോൾ കിട്ടുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ ഇട്ടപ്പോൾ അത്ര മധുരമൊന്നും ഇല്ലാത്ത മാങ്ങയാണ്, പക്ഷേ ഇപ്പം നല്ല മധുരമുള്ള മാങ്ങയാണ് കിട്ടുന്നത്. അതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ പുളിയില്ല, എന്നാൽ ചെറിയൊരു പുളിയുള്ള നമ്മുടെ ഇവിടെ പാക്കറ്റിൽ കിട്ടുന്ന തൈര് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അടിച്ചങ്ങ് എടുക്കാം. ലസ്സിയല്ലേ, ശരിക്കും ലസ്സിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മാങ്ങ ചൂടും തൈര് തണുപ്പും അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് ശരിക്കും ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ല ആ ഒരു രീതിയിൽ കിട്ടും. പിന്നെ ഡയബറ്റീസ് പേഷ്യൻസിനും ഇത് നല്ലതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കാരണം വെച്ചാൽ മാങ്ങ ഓൾമോസ്റ്റ് ഈ ഡയബറ്റീസ് പേഷ്യൻസിന് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഈ തൈരും കൂടെ ചേരുന്നതുകൊണ്ട് അത് കുറച്ച് കൺട്രോൾ ആവുമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടങ്ങ് ഞാനങ്ങ് അടിച്ചെടുക്കുക. കാരണം ഇവിടെ ജ്യൂസോ ഷേക്കോ അടിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ ലസ്സിയായിട്ട് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാന്ന് വെച്ച് കുറച്ചൊന്ന് ലൂസാക്കി. നമുക്ക് പഞ്ചസാര ഇതിനകത്ത് ഇടണ്ട, വേണമെന്നുള്ളവർക്ക് ഇടാം. കാരണം എനിക്കിപ്പം മാങ്ങയിൽ നല്ല മധുരമുണ്ട്, ഞങ്ങൾ പഞ്ചസാര ഇടാതെ അങ്ങ് ശീലിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജ്യൂസ് അടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ക്ക് ആക്കുവാണെങ്കിലോ കുറച്ച് പഞ്ചസാര ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിന് പക്ഷെ അത് അങ്ങനെ ഒരു കുഴപ്പം വരത്തില്ല. മാത്രമല്ല പഞ്ചസാര ശരിക്കും അൺഹെൽത്തി ആണല്ലോ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അത് ഈ നല്ല രീതിയിൽ നമ്മുടെ സ്മൂതി പോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലസ്സി. അത് ഞാൻ നമ്മുടെ കപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കുടിക്കുക. ഈ ലസ്സിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അങ്ങനെയാണ്, ചൂടും ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുക്കവും കാര്യങ്ങളും മഴയുണ്ട്, എന്നേ നല്ല വെയിലും ഉണ്ട്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോഴുണ്ടല്ലോ വലിയ തണുപ്പൊന്നുമില്ല. ആ മാങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ തൈരിൻ്റെ ഉള്ളൂ. നമ്മൾ കുടിക്കുമ്പം അത് ഇറങ്ങിപ്പോകുന്ന വഴി നമുക്കത് മനസ്സിലാവും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിപ്പോൾ ഇത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അച്ഛനും മുന്നും രഹസ്യം പറയുന്ന പോലെ കിടന്നുറങ്ങുക, ഒരു അനക്കവും ഇല്ല. രാക്കേക്ക് ചെറിയ ഊർക്കം വലിയൊക്കെ ഉണ്ട്, പക്ഷെ അവൻ അതൊരു വിഷയമില്ല. അതില്ലാതെ അവന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. അവന് മാത്രമല്ല എനിക്കും കേട്ടോ. രാക്കേക്ക് ഇച്ചിരിയൊന്നുമല്ല, നല്ല കുറുക്കം വലിയ. അപ്പോൾ എന്തായാലും ഞാൻ എഴുന്നേറ്റ് കിച്ചണിലോട്ട് പോയി. ഇന്ന് അവധിയാണ്, സ്കൂളും ഓഫീസും ഒന്നുമില്ല. അപ്പോൾ വളരെ സമാധാനപൂർവ്വമാണ് എഴുന്നേറ്റത്. നല്ല നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പം ഈ സമ്മേഴ്സ് തുടങ്ങിയോണ്ട് ഇപ്പം രാവിലെ തന്നെ നല്ല സൂര്യവെളിച്ചവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ചായ എങ്ങിടാം. ചായ തിളയ്ക്കുമ്പോഴത്തേക്കും രാക്കെ മെല്ലെ എന്തായാലും എഴുന്നേറ്റ് വരും. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയായാലും നമ്മുടെ വ്ലോഗ് ഇടാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ. ഇടയ്ക്കെങ്കിലും ഇങ്ങനെ വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. അപ്പോൾ അതേ സൂര്യൻ കണ്ടോ, നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുക. രാത്രി നല്ല കാറ്റും അടിച്ചു. ഇങ്ങനെ കരിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഇടിയും മിന്നലും മഴയൊക്കെ വരും. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട 2 കുറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾക്കത് മതി കേട്ടോ. കാരണം ഇത് ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരിക്കും. രാത്രി ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയമാണ്. ഞാനും അങ്ങനെ അങ്ങ് കഴിക്കത്തില്ല. അങ്ങൂനും പുട്ടിച്ചിട്ട് മതി. കാരണം കറി ചെറുപയർ കറി. അത് ഞാൻ നമ്മുടെ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് വറുത്ത് മൊത്തത്തിൽ കടുക് വറുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കുറച്ച് ഹെവിയാണല്ലോ. ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറി. നമ്മുടെ മെയ്ഡ് കാണിച്ചില്ലെന്ന് വേണ്ട. അപ്പം പുള്ളിക്കാരി പതിവുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മൈലാഞ്ചി. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമല്ലോ, അപ്പോൾ അവർ ഈ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ എപ്പോഴും അവരുടെ റിങ്സ് തന്നെ നോക്കുക, 5-6 എണ്ണം ഇട്ടേക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇത്രയും പണി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാവുണ്ടല്ലോ, നോക്കിയേ, മാങ്ങ പിടിച്ച് കിടക്കുന്നത് ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ പുഴിഞ്ഞു വീഴുക. കാരണം ഒരുമാതിരത്തൊരു ചൂട് കാറ്റും മഴയും ആന്തിയും അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാനും ഒരു പ്രാവശ്യം നമ്മുടെ മാങ്ങാ ചട്നി ഉണ്ടാക്കി, മാങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അത് അരച്ചൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മഴയുടെ കാര്യം പറഞ്ഞില്ലേ, ഇടയ്ക്കിതേ ഇങ്ങനെ ചാറും, അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. അങ്ങനൊരു കാലാവസ്ഥയാണിപ്പോൾ. പിന്നെ ഗുൽമോഹർ പൂക്കളുടെ ഒരു സീസൺ തുടങ്ങി. അത് ഞാൻ പകല് നന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം, നല്ല ഭംഗിയുള്ള പൂവാ. അപ്പോൾ അതേ നമ്മുടെ ഹർഷ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ചെയ്ത് കേട്ടോ. ഹർഷ തിരിച്ചു പോയി, കാരണം പുള്ളിക്കാരിക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണ്ടേ. അപ്പോൾ റയാൻകുട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാം ഹർഷേനെയും റയാനെയും റൂവനെയൊക്കെ. പുള്ളിക്കാരി വരുമ്പോഴാണ് ശരിക്കും എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ കേക്കിൻ്റെ പങ്കുമായിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. നല്ല കേക്കായിരുന്നു. നമ്മുടെ ഇവിടെ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന ഒരു ലേഡി ഉണ്ടാക്കുന്ന കേക്കാട്ടോ, നല്ല രീതിയിൽ ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഹർഷ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവരുടെ ആട്ടാ ജാഗരി കേക്ക് നല്ലതായിരുന്നെന്ന്. പിന്നെ ഹർഷ മാംഗോ കപ്പ് കേക്ക്സും അന്ന് ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആട്ടാ ജാഗരി കേക്കല്ല ശരിക്കും ബ്രെഡ് പോലെയായിരുന്നു, അതും നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ 10 മാംഗോ കപ്പ് കേക്കും ഇത് നമ്മുടെ ആട്ട ജാഗരി ബ്രെഡ്. അതാ പുള്ളിക്കാരി നന്നായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ശരിക്കും തെളിഞ്ഞു. ആദ്യമൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല, ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഇതായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു ഉപകാരമായി ഇവിടെ. പിന്നെ മഴയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറും നിൽക്കും. തുണി ഇപ്പോൾ എന്തായാലും ബാൽക്കണിയിൽ കിടക്കും, വലിയ പ്രശ്നമില്ലാതെ ഉണങ്ങിയും കിട്ടും. ഒരു വല്ലാത്തൊരു ഡ്രൈ ക്ലൈമറ്റ് ആണോ ഹ്യൂമിഡ് ആണോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറയാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ ഒരാളാണ് ഈ ഇരിക്കുന്നത്. മിക്സി പുതിയത് വാങ്ങി കേട്ടോ. പഴയത് ശരിക്കും കേടായിപ്പോയി. കുറേ നാളായിട്ട് മാറ്റണം എന്ന് വിചാരിച്ചു. ബ്ലേഡൊക്കെ കുറേയൊക്കെ മാറ്റിയിട്ട് പിന്നെ എന്തായാലും പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സംഭവം എല്ലാം കൂടെ എന്താ പറയുക, ഓൾ ഇൻ വൺ ഒരു സംഭവമാണ് ഞങ്ങൾ വാങ്ങിയത്. അതായത് നമ്മുടെ പച്ചക്കറിയും ഉള്ളിയും എല്ലാം അരിയും ചെയ്യാം, ആട്ടയൊക്കെ നമുക്ക് അതിനകത്ത് കുഴച്ചെടുക്കാം. ഇതുകൂടാതെ നമ്മൾ ആട്ടയും എന്താ പറയുക പൊടിക്കുകയും ചട്നി അരയ്ക്കാൻ അങ്ങനെയുള്ള ജാറുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാക്കെ അങ്ങ് ചെയ്തും തരും. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കി കാണിക്കാമേ, എന്തെങ്കിലും ഒരു സ്നാക്കും നമ്മുടെ വ്ലോഗിൽ വേണ്ടേ. അപ്പോൾ ഉള്ളി ഒരു 10 ഉള്ളി നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് വലുതായിട്ട് വേണമെങ്കിൽ സർക്കിളായിട്ട് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഹാഫ് ആയിട്ട് ഇങ്ങനെ. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് മുളക് പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, കടലമാവ്, കായപ്പൊടി കേട്ടോ. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് അല്ലേ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. കൈ വെച്ച് കുഴച്ചിട്ടാണ് പിന്നെ സ്പൂൺ എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ വറുത്തെടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഉള്ളി വടയായിട്ടല്ല, ഉള്ളി പക്കോട അങ്ങനെ തന്നെ പറയാം. സ്പൂണിൽ ഇങ്ങനെ കോരി അങ്ങ് ഒഴിക്കുക, ചൂടോടെ കഴിക്കാമല്ലോ ഈവനിങ് സ്നാക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ട്രിപ്പിൽ ഇങ്ങനെ ഇട്ടെടുക്കാം. കാരണം കയ്യിൽ ഇങ്ങനെ വട പോലെ അങ്ങനെ ആക്കിയെടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ പക്കോട പോലെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളി പക്കോടാസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മിക്സി കൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ. നല്ല ഉപകാരമുള്ളൊരു മിക്സിയായിപ്പോൾ വാങ്ങിയത്. നേരത്തേനകത്ത് അത്രയൊന്നും ഇല്ലായിരുന്നു, ഇപ്പം നല്ല ഉപകാരമുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ നമ്മുടെ ചായയും തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈവനിങ് ടീ വിത്ത് സ്നാക്ക്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നപ്പോൾ തിരിച്ചിടുക, കുറച്ച് ബ്രൗൺ ആവട്ടെ, കാരണം കടലമാവ് വേണ്ട, അല്ലെങ്കിൽ അകം വേഗത്തില്ല. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിവടകൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വ്ലോഗൊന്നും ഇടുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതം സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്കുവിൻ്റെ സ്കൂൾ തുടങ്ങി. അവനിപ്പോൾ ഒരു 7:45 ആകുമ്പോഴേ ബസ് വരത്തുള്ളൂ. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ തിരിച്ചും വരും. അപ്പോൾ അവനും അങ്ങനെയൊക്കെ പോകുന്നു. ഇനി നാട്ടിൽ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് പോകുന്നുണ്ട്, 1 മാസം നാട്ടിൽ കാണും. നമ്മുടെ ഉള്ളിവടകൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണ്ടേ 4 എണ്ണം ഞാൻ തൽക്കാലം എനിക്കാട്ടോ പ്ലേറ്റിലെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ഇതെൻ്റെ സ്വന്തം വട. കൂടെ ചായയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണം ഞാൻ തൽക്കാലം എനിക്കാട്ടോ പ്ലേറ്റിലെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ഇതെൻ്റെ സ്വന്തം വട. 4 എണ്ണം ഞാൻ തൽക്കാലം എനിക്കാട്ടോ പ്ലേറ്റിലെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ഇതെൻ്റെ സ്വന്തം വട. 4 എണ്ണം ഞാൻ തൽക്കാലം എനിക്കാട്ടോ പ്ലേറ്റിലെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ഇതെൻ്റെ സ്വന്തം വട.
എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ നല്ലൊരു ചായ ലവറാണ്. രാഖി ഇപ്പോൾ കണ്ണൻദേവൻ്റെ ആമസോൺ വഴി വാങ്ങിയും വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ നമ്മുടെ ലീഫ് ടീ ആയിരുന്നു, ഇതിപ്പോൾ കണ്ണൻദേവൻ്റെ ഡസ്റ്റ് ടീയാണ് കേട്ടോ. കുറച്ചും കൂടെ കടുപ്പവും കൂടും ഇതിന്. അപ്പോൾ ദേ നമ്മുടെ കപ്പിൽ ചായയും കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മെയ് ലാസ്റ്റ് വീക്ക് നാട്ടിൽ പോവും, പിന്നെ ജൂൺ ലാസ്റ്റ് വീക്കേ തിരിച്ചു വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കിളിയുടെ കാര്യം കാണിച്ചു തരാം. കിളിയുടെ കൂടെ ഒഴിഞ്ഞെന്നേ, ദേ നോക്കിയേ, ഒരു കിളി എനിക്ക് ചത്തിരിപ്പുണ്ടേ. 3 കിളി കുഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കഥ കുറച്ച് വിഷമകരമായ കഥയാണ്. പിന്നെ ബാക്കിലൊരു തിത്തിരി പക്ഷിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു സുപ്രഭാതത്തിൽ തിത്തിരി പക്ഷിയും ഇല്ല, എൻ്റെ കുഞ്ഞും ഇല്ല, മുട്ടയും ഇല്ല, ഒന്നുമില്ല. അത് എവിടെ പോയെന്ന് ഒരു ഐഡിയയും ഇല്ല. നമ്മുടെ അങ്കുവിൻ്റെ സൈക്കിള് മഴ നനഞ്ഞ് സൈഡിലോട്ട് ഇരിപ്പുണ്ട്. മഴ ഇങ്ങനെ ചാറും നിൽക്കും. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു രീതിയായി ഇവിടെ. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനൊന്നും മഴ കിട്ടുന്നേ അല്ലെന്നേ, പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ മിക്സി വാങ്ങിയത് കാണിച്ച് തരാം. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. എന്തായാലും ഉപകാരമാണ്. 3 ജാറുണ്ട്. ഇത് നടുക്കലത്തെ ജാറാട്ടോ. ഇതിലും ചെറുതാണ് ഏറ്റവും ചെറിയ ജാറ്. പിന്നെ നമ്മൾ അതായത് ആട്ടുന്ന ജാറ്, പൊടിക്കുന്ന ജാറ്, പിന്നെ കുഞ്ഞു ജാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന നടുക്കലത്തെ ജാറിൽ ഇപ്പം ഞാൻ ചട്നിയൊക്കെ അരയ്ക്കുന്നത്. നല്ല ബ്ലേഡും കാര്യങ്ങളും ഒക്കെയാണ്. കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള പ്രീതി സിയോൺ എന്ന് പറഞ്ഞൊരു മിക്സിയാട്ടോ. പ്രീതിയുടെ സിയോൺ എന്നാണ് തോന്നുന്നു. അതെ, അതിൻ്റെ കൂടെയുള്ള സാമഗ്രികളാണ് ഇതൊക്കെ. മിക്സിയുടെ കൂടെ കിട്ടുന്ന തന്നെയാണല്ലോ. ഇതാണ് നമ്മുടെ മിക്സി. ഇതാണ് ഏറ്റവും ചെറിയ ജാറ്. അതിൻ്റെ കൂടെ എന്തൊക്കെയോ എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ എന്തോ ഒരുപാട് ഇങ്ങനെ സാധനങ്ങൾ, അടപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കൂടുതൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ ഒന്നും പോകത്തില്ലല്ലോ. ഇതൊക്കെ പിന്നെ കഴുകാനും പാടാം. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ആട്ട കുഴയ്ക്കാൻ ഒത്തിരി സഹായമായിട്ട് കിട്ടുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. നന്നായിട്ട് ആട്ടയുടെ ആ ഒരു അളവ് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ നല്ല രീതിയിൽ ആട്ടമാവ് കുഴച്ച് കിട്ടുന്നുണ്ട്. ഉള്ളി ഒരുപാട് അരിയാനുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഉള്ളിവടയ്ക്ക് ഒരു 10 ഉള്ളി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒത്തിരി നല്ല ഹെൽപ്ഫുള്ളായിട്ട്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടോ, എന്തൊക്കെയോ സംഭവങ്ങളാണ്. അതൊക്കെ മെല്ലെ മെല്ലെ ഇനി പഠിച്ചു വരണം. എങ്കിലും വലിയ എന്താ പറയുക, റോക്കറ്റ് സയൻസ് പോലുള്ള സംഭവങ്ങളൊന്നും അല്ല. രാഖയാണിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഉപകാരവും കൂടെ ഉണ്ട്. അതൊന്ന് പഠിച്ചു വരുന്നവരെ രാഖയ്ക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു തരാൻ വേണ്ടി. അപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാഖ ഇഷ്ടമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ജാറ്. നമ്മുടെ പ്രീതി സിയോൺ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ, ഇനി നമ്മുടെ അംഗം, നമ്മുടെ വ്ളോഗുകളിലെ ഒരു ഭാഗമാകാൻ പോകുന്ന സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങളെ അൺബോക്സിങ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനകത്ത് ആട്ട കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. ദേ മാവ് ഒരളവ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്തതിൽ കുറച്ച് ഇങ്ങനെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല എക്സ്പേർട്ട് ആവും നമ്മൾ. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പോൾ രാഖയെ ചെയ്ത് വന്നപ്പോൾ നല്ല സക്സസ് ആയി തന്നെ കിട്ടി കേട്ടോ. ഇത്രയും മാവ് ഒരുമിച്ച് കുഴച്ചു നോക്കാം. 2 ദിവസത്തേക്ക് ശരിക്കും നമുക്ക് കുഴച്ച് സുഖമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ നമുക്ക് ആട്ടയൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു ഉപകാരം തന്നെയല്ലേ. അല്ലേ നമ്മൾ ഇങ്ങനെ കൈവച്ച് ലാസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് ചുറ്റിട്ട് പിന്നെ അതേ മാവ് ആട്ടി ഞാൻ എടുത്തു. ഡിന്നറിന് നമ്മുടെ വൈറ്റമിൻ ദോശയാണ്. ഞാൻ നേരത്തെയും ഒരുപാട് കാണിച്ചിട്ടുള്ള ഇത് പയറും പരിപ്പും കടലയും നമ്മുടെ അരിയും ഉഴുന്നും ഉലുവയും എല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുതിർന്നതിന് ശേഷം അരച്ച് നമുക്ക് ചുടാൻ പറ്റുന്നൊരു ദോശയായി വൈറ്റമിൻ ദോശ എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തു. അപ്പം മുളക് പൊടി ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കൂടെ തക്കാളി ചട്നിയാണ്. നമ്മുടെ തക്കാളിയും കരിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തു. ഞാൻ ഒത്തിരി വട്ടം ഇത് എപ്പോഴും കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ദോശ ചുട്ടെടുക്കാം. കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഇന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, നെയ്യല്ല. കാരണം ഇതിന് നെല്ലെണ്ണ നല്ല ടേസ്റ്റാണ്. ഇത് സാധാ ദോശക്കട്ടിയും കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞും കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നോർമൽ ദോശക്കട്ടിയും കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് ഇത്. എത്ര പേർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെവിയാണ്. നമുക്ക് വയറ് നിറയും കേട്ടോ. നമ്മുടെ സാധാ ദോശയെക്കാട്ടിയും ഇത്ര ഹെവി ആയിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ തക്കാളി ചട്നി തന്നെയാണ്. സാമ്പാറും നമ്മുടെ വെള്ള ചട്നി, നമ്മുടെ തേങ്ങാ ചട്നിയെക്കാട്ടിയും തക്കാളി ചട്നി തന്നെയാണ് നല്ലത്. തക്കാളി കുറച്ച് എരിവുമായിട്ട് ആ ഒരു കാര ചട്നി പോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് മൊരിച്ച് നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത്. മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ചുമന്നിരിക്കും, വറ്റൽമുളകാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പാചകം എന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ടേസ്റ്റിനും അനുസരിച്ച് എത്രത്തോളം മാറ്റാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യുന്തോറും നമ്മൾ എക്സ്പേർട്ട് ആവുകയും ചെയ്യും. നമുക്ക് മടുക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ ദിവസവും ഒരേ രീതിയിലാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒക്കെ എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ട് ചെയ്താൽ നമ്മുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെടും, നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതേ നമ്മുടെ ദോശകൾ ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് വീശി അങ്ങ് എടുക്കുക കേട്ടോ.
കാരണം ഇതിങ്ങനെ ചുടുന്ന തന്നെയാണ് നല്ലത്. കട്ടിയായിട്ട് ചുടുന്നതിനെ കട്ടിയേ നല്ല ടേസ്റ്റി ദോശയുമാണ്. നല്ല മുരിച്ച് അങ്കുനിച്ചിട്ടോട് മുരിക്കണം ഈ ദോശയെ. അപ്പോൾ അവന് നല്ലതായിട്ട് മുരിച്ച് ഞാൻ എടുക്കുന്നുണ്ട്, പേപ്പർ പോലെ. ഹെൽത്തി ദോശ, വിറ്റാമിൻ ദോശ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് വിളിക്കാം. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കാര്യം പറയാം. കിളിക്കുഞ്ഞിൻ്റെ ഒരു കിളിക്കുഞ്ഞ് ആ കൂടിന്ന് ചാടി പുറത്തിരിക്കുമായിരുന്നു. രാവിലെ ഞങ്ങൾ ഭയങ്കര ബഹളം, ഈ കിളികളുടെ ശബ്ദം കേട്ടിട്ട് അച്ഛൻകിളി അമ്മക്കിളിയും കിളിന്ന് ശബ്ദം കേട്ടിട്ടാണ് നോക്കിയപ്പോൾ ഒരു കിളി ചാടി താഴെ ഇരിക്കുന്നു, ഒരു കിളി ഇതേ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കിളി ചത്തിരുന്നത് ഞങ്ങൾ പിന്നെയാണ് കണ്ടത്. അപ്പോൾ ഈ അമ്മക്കിളി ആകെ ബഹളമാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞിക്കിളി ചാടി താഴെ വന്നിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ വിളിച്ചിട്ട് അത് അകത്തോട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ വന്ന് അത് അകത്തോട്ട് വെച്ചതും ആ പയ്യൻ വന്നങ്ങ് അകത്ത് വെച്ചതും രണ്ടാമത്തെ കിളിയും കൂടെ ചാടി. ഇവർക്ക് നന്നായിട്ട് ചാടാനും പറ്റുന്നുണ്ട്, ഒരുവിധം പറക്കുകയും ചെയ്യുന്നുണ്ടേ. നമ്മൾ തൊടാനോ ഒന്നും സമ്മതിക്കുന്നില്ല അത്. അപ്പം നമുക്ക് ഹെൽപ്ലെസ് ആയിപ്പോയി. പിന്നെ അകത്തൊരു കിളി ചത്തും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചാടി ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഉറുമ്പൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് മാറ്റിയപ്പോൾ അതിൻ്റെ അമ്മക്കിളി വന്ന് ഫുഡൊക്കെ കൊടുക്കുന്ന കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കിളി കുഞ്ഞുങ്ങളെയും കാണുന്നില്ലായിരുന്നു. അതിലൊരെണ്ണം കണ്ടോ, ഇത് എൻ്റെ ഒരു കുഞ്ഞാന്ന് നോക്കിയേ, ഒന്നാതെ ഇതിനെ അടയ്ക്കാ കുരുന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ 2 കുഞ്ഞുങ്ങളും അതിൻ്റെ ഫുഡ് അതിൻ്റെ അമ്മ ഒന്ന് കൊടുക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. കൂടിപ്പോഴും നമുക്ക് അവിടെ ഉണ്ട്. ഒരു കുഞ്ഞു കിളിയനത്ത് ചത്തു ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ അതെടുത്ത് കളയാനൊന്നും പോയില്ല, ഇനി മെല്ലെ എടുത്ത് കളയണം. അതിൻ്റെ അമ്മക്കിളിയും അച്ഛൻകിളിയും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീന്ന് പറഞ്ഞ ബഹളമാന്നേ. പിന്നെ ഇത് ചാടയും പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിവരം ഇപ്പോൾ ഒന്നുമില്ല. എന്തായാലും രക്ഷപ്പെട്ട് കാണും, രക്ഷപ്പെടണേ ദൈവമേ എന്ന് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ കിളി പട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് വന്നാൽ ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ നമുക്കൊരു കൂട് വെച്ചപ്പോൾ തന്നെ നമുക്കൊരു വിഷമമായി. അപ്പോൾ പിന്നെ ഈ പട്ടീനെയൊക്കെ വളർത്തി അല്ലെങ്കിൽ കിളീനെയൊക്കെ വളർത്തി ഇതൊക്കെ ചത്തുപോയി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോരം വിഷമമായിരിക്കും. കുഞ്ഞിക്കിളി കണ്ടോ, ഞങ്ങളതിനെ സൈഡിലോട്ട് മാറ്റി സേഫാക്കി ഇരുത്തിയായിരുന്നു. എൻ്റെ അമ്മ വന്ന് ഫുഡ് കൊടുക്കുന്നതൊക്കെ കണ്ടു. ഇതൊരു കിളി ഇരിക്കുന്ന ചത്തിരിക്കുക കേട്ടോ അതിനകത്ത്. അങ്ങനെ മൊത്തത്തിൽ 3 കിളിക്കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.